അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു ലാസ്റ്റ് ഡേ ഓഫ് താലപ്പൊലി. നാലാം താലപ്പൊലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാൻ വെടിക്കെട്ടാണ്. ഈ ഒരു കലാപരിപാടി കാണാൻ വേണ്ടി മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ വെടിക്കെട്ടുണ്ടാവുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. കാരണന്മാർ ചെയ്ത പുണ്യം കൊണ്ട് മാത്രം ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ശ്വാസം മുട്ടി ചത്തനെ, അത്രയ്ക്ക് തിരക്കായിരുന്നു. ചുമ്മാ ബെഡടിക്കാൻ വേണ്ടി പറഞ്ഞാല, നിങ്ങളൊരു കൊടുങ്ങല്ലൂരുകാരാണെങ്കിൽ മനസ്സിലാവും ആ തിരക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. ഈ കാണുന്ന നായ വണ്ടി ഓടിക്കുന്ന സ്റ്റാച്ചുല അത് നമ്മുടെ ഡാവിഞ്ചി സുരേഷ് ഉണ്ടാക്കിയതാ. എല്ലാ പ്രാവശ്യം ഓരോ പുതിയ പുതിയ ഐറ്റംസ് ആൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഈ കാണുന്നത് എൻ്റെ അനിയൻ അമ്പാടി. ഫോട്ടോ എടുക്കണമെന്ന് മനസ്സിലായപ്പോൾ പോസ്റ്റ് ചെയ്തതാ. പിന്നെ അമ്പാടിയുടെ പിന്നാലെ വരുന്നത് എൻ്റെ മാമൻ്റെ മോൻ ജിത്തപ്പെന്ന് വിളിക്കും. പിന്നെ അതൊക്കെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കണം. എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ അമ്മ പറയേണ്ടത് എന്തോ തെരുവ് സർക്കസ് പോലത്തെ എന്തോ സംഭവമാണെന്ന്. തീ കൊണ്ടുള്ള കളിയായിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും കൗതുകത്തോടെ നോക്കിയിരുന്നു എന്താ നടക്കാൻ പോകണമെന്നുള്ളൊരു പിടിയില്ലാണ്ട്. തന്നെ ഒരു ടയർ ഡീസൽ ഒഴിച്ച് നിലത്തിട്ട് കത്തിച്ച്. അപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെ രണ്ടുപേരെ വള്ളി പിടിച്ച് പൊന്തിക്കണപ്പോൾ അതിൽ കൂടെ ആൾ ചാടാനുള്ള പരിപാടിയാണോ നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ കൂടി. അങ്ങനെ പൊന്തിച്ചും കൂടെ വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി അതിൽ കൂടെ ആരെങ്കിലും ചാടും. കുട്ടിയാണോ വലിയ ആളാണോ ചാടണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ഒരു 10 നിമിഷത്തെ ഗ്യാപ്പിൽ ഒരാൾ വന്ന് ചാടും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ചാടിയിട്ടുണ്ടാവും. അങ്ങനെ അയാൾ 2 പ്രാവശ്യമായിട്ട് ചാടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം നിങ്ങൾ കാണുന്നത്. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ അയാൾ വീണ്ടും ചാടുന്നുണ്ട്. സംഭവം സീനായിട്ട് തോന്നി. ആളുടെ എത്ര നാളത്തെ പ്രാക്ടീസ് ആയിരിക്കുമോ എന്തോ. സംഭവം അടിപൊളിയായിരുന്നു. ആ നേരത്തെ ഞങ്ങൾ കയ്യിലേ പോകാൻ തോന്നിയത് തന്നെ വലിയ ഭാഗ്യം. അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റില്ലായിരുന്നു മിസ്സായാനെ. അപ്പോൾ അത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.